ഇന്ത്യയിലെ പല സോഷ്യൽ ഇൻഡെക്സുകളിലും നമ്മുടെ കേരളം ഒന്നാമതാണ്. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേരള മോഡലിനെ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ഒന്ന് വിശകലനം ചെയ്യാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ ഒന്ന് ഷെയറും റീപോസ്റ്റും ചെയ്താൽ അത് എനിക്കൊരു വലിയ സപ്പോർട്ടായിരിക്കും. ഒന്നാമത് ഹ്യൂമൻ ഡെവലപ്മെന്റും ലിറ്ററസിയും എടുത്താൽ ഇന്ത്യയുടെ നാഷണൽ ലിറ്ററസി റേറ്റ് ഏകദേശം 77%. കേരളത്തിൽ അത് 96%. അതുപോലെ തന്നെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ കാര്യത്തിലും ഇന്ത്യയെ സ്ഥിരമായി ഒന്നാം സ്ഥാനത്ത് നമ്മുടെ കേരളമുണ്ട്. ഇതൊരു 8 ദിവസം കൊണ്ട് സംഭവിച്ച കാര്യമല്ല. 1957 TMS ഗവൺമെന്റ് ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കി. 1960-70 കാലഘട്ടത്തിലെ ഈ നിയമങ്ങൾ കേരളത്തിലെ അസമത്വം കുറക്കാൻ സഹായിച്ചു. രണ്ടാമതായി ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ്. ഇന്ത്യയിലെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഏകദേശം 27 കേരളത്തിൽ അത് ഏകദേശം 7 അതായത് വളരെ കുറവ്. ഇന്ത്യയിലെ ശരാശരി ലൈഫ് എക്സ്പെക്ടൻസി ഏകദേശം 70 വർഷമാണ്. കേരളത്തിൽ അത് 75 വർഷത്തിന് മുകളിലാണ്. അതായത് നമ്മൾ മലയാളികളുടെ ആയുസ് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ 5 വർഷം കൂടുതലാണ്. കൂടാതെ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, മാതൃ ശിശു പരിഗണന, പബ്ലിക് വാക്സിനേഷൻ തുടങ്ങിയവയിൽ തുടർച്ചയായ നിക്ഷേപം. കൂടാതെ കോവിഡ് കാലത്ത് പിണറായി സർക്കാരിന്റെ ഹെൽത്ത് മാനേജ്മെന്റ് ദേശീയ തലത്തിൽ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. മൂന്നാമതായി ഡീസെൻട്രലൈസേഷൻ ബജറ്റ്. 1996 EK നായനാർ സർക്കാർ പീപ്പിൾസ് പ്ലാനിംഗ് ആരംഭിച്ചു. അതുവഴി സംസ്ഥാന ബജറ്റിന്റെ ഏകദേശം 40% വരെ ലോക്കൽ ബോഡികൾക്ക് കൈമാറി. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഡീസെൻട്രലൈസേഷൻ ലെവലാണ്. നാലാമത് ജെൻഡർ ആൻഡ് സോഷ്യൽ വെൽഫെയർ. കേരളത്തിലെ ഫീമെയിൽ ലിറ്ററസി റേറ്റ് 92% ജെൻഡർ ഡെവലപ്മെന്റ് ഇൻഡെക്സിലും കേരളം മുന്നിലാണ്. അതുപോലെ തന്നെ കുടുംബശ്രീ. 40 ലക്ഷത്തിലധികം വനിതാ അംഗങ്ങളുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ SHGകളിൽ ഒന്നാണിത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ പെൻഷൻ വ്യാപകമായിട്ടുള്ള സംസ്ഥാനവും നമ്മുടെ കേരളം തന്നെയാണ്. പോസിറ്റീവ്സ് പറയുമ്പോൾ ഒപ്പം നെഗറ്റീവ്സും പറയണം. അതിൽ നമ്മൾ മലയാളികൾക്ക് കുറച്ചധികം നെഗറ്റീവ്സും ഉണ്ട്. അതിന്ന് പ്രധാന ചർച്ചാ വിഷയമാണ്. കേരളത്തിലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് നാഷണൽ ആവറേജിനേക്കാൾ കൂടുതലാണ്. ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെന്റ്സ് തമിഴ്നാട്, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറവാണ്. കേരളത്തിന്റെ എക്കോണമി പ്രവാസികളെ ആശ്രയിച്ചുള്ളതാണ്. ലക്ഷക്കണക്കിന് കോടി രൂപയാണ് പ്രവാസികൾ വഴി കേരളത്തിലേക്ക് എത്തുന്നത്. ഇത് കൺസപ്ഷൻ എക്കോണമിയെ ശക്തമാക്കി. പക്ഷേ സസ്റ്റൈനബിൾ ഇൻഡസ്ട്രിയൽ ബേസ് കുറവാണെന്ന വിമർശനമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാക്കാവുന്ന ഒരു റോൾ മോഡൽ തന്നെയാണ്. മറ്റ് സംസ്ഥാനങ്ങൾ ഗ്രോത്ത് ഫസ്റ്റ് അപ്രോച്ച് എടുത്തപ്പോൾ കേരളം ഹ്യൂമൻ ഡെവലപ്മെന്റ് ഫസ്റ്റ് അപ്രോച്ച് എടുത്തു. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ലെഫ്റ്റും കോൺഗ്രസും സോഷ്യൽ ഡെവലപ്മെന്റിന് മുൻഗണന നൽകുന്ന രാഷ്ട്രീയ മത്സരമാണ് നടത്തിയത്. ഫലം കേരളത്തിലെ മികച്ച സോഷ്യൽ ഇൻഡെക്സുകൾ. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കാതിരിക്കുക.